എല്ലാവർക്കും നമസ്കാരം. പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള ഒരു ശിവ കീർത്തനം നൊട്ടേഷനോടുകൂടി പഠിക്കാം. ഇത് വളരെ പോപ്പുലറായിട്ടുള്ള ഒരു കീർത്തനമാണ്. ഒരുപാട് സിംഗേഴ്സ് പാടിയിട്ടുള്ളതുമാണ്. എല്ലാവരും പല സംഗതികൾ ചേർത്ത് മനോഹരമാക്കിയിരിക്കുന്ന ഒരു കീർത്തനമാണിത്. നമുക്കിന്ന് വ്യത്യസ്തങ്ങളായിട്ടുള്ള വളരെ മനോഹരങ്ങളുമായിട്ടുള്ള സംഗതികൾ കോർത്തിണക്കി ഈ കീർത്തനം നൊട്ടേഷനോടുകൂടി പഠിക്കാം. രേവതി രാഗത്തിലുള്ള മഹാദേവ ശിവശംഭോ എന്ന കീർത്തനമാണിത്. ഇതിൻ്റെ കമ്പോസർ ശ്രീ തഞ്ചാവൂർ ശങ്കര അയ്യരാണ്. രേവതി എന്ന രാഗം രണ്ടാമത്തെ മേളകർത്ത രാഗമായ രത്നാംഗിയുടെ ജന്യരാഗമാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഔഡവ രാഗമാണ്, അതായത് ഒരു പെൻറ്റാടോണിക് രാഗമാണിത്. ഈ രാഗത്തിലുള്ള കോമ്പോസിഷൻസ് എല്ലാം തന്നെ ഭക്തിരസവും അതേപോലെ തന്നെ ദുഃഖവും പ്രകടിപ്പിക്കുന്ന തരത്തിലുള്ള കോമ്പോസിഷൻസാണ്. ഈ രാഗത്തിന് അങ്ങനെയൊരു പ്രത്യേകതയാണ് ഉള്ളത്. നമുക്ക് ഇതിൻ്റെ ആരോഹണം പാടി നോക്കാം. സരി മ പ നീ സ സാ നി പ മ രി സ. ഷഡ്ജവും പഞ്ചമവും കൂടാതെ ശുദ്ധ ഋഷഭം, ശുദ്ധ മധ്യമം, കൈശികി നിഷാദം എന്നിവയാണ് ഇതിൻ്റെ സ്വരങ്ങൾ. നമുക്കിതിൽ കീർത്തനത്തിലേക്ക് കടക്കാം. പല്ലവി നോക്കാം. മഹാദേവ ശിവശംഭോ മപമരീരി മഹാദേവ ശിവ സരി ശംഭോ സ മപമരീരി സരി സ മഹാദേവ ശിവശംഭോ. ആദ്യത്തെ സംഗതി അങ്ങനെയാണ്. രണ്ടാമത് പാടുമ്പോൾ ആദ്യത്തെ സംഗതി സെക്കൻഡ് ടൈം പാടുമ്പോൾ അതിൻ്റെ താളവട്ടത്തിൻ്റെ എൻഡിൽ ശ്രീ എന്നുകൂടി ചേർക്കുക. അപ്പം മഹാദേവ ശിവശംഭോ ശ്രീ സരി മഹാദേവ ശിവശംഭോ ശ്രീ. അങ്ങനെയാണ് ഫസ്റ്റ് സംഗതി വരുന്നത്. ആദ്യത്തെ സംഗതി മഹാദേവ ശിവശംഭോ പാടി നിർത്തും, രണ്ടാമത് ശ്രീ കൂടി ചേർക്കും. നമുക്കൊന്നുകൂടെ ചേർത്ത് പാടാം. മഹാദേവ ശിവശംഭോ മഹാദേവ ശിവശംഭോ ശ്രീ. അടുത്ത സംഗതി വരുന്നത് മഹാദേവ മപാനി മഹാദേവ. ബാക്കിയെല്ലാം ഒന്നാമത്തെ പോലെ തന്നെ വരും. മഹാദേവ മപാനി പമരീരി ശിവശംഭോ ശ്രീ മഹാദേവ ശിവശംഭോ ശ്രീ. അത് 2 തവണ പാടിയിട്ട് അടുത്ത വരിയിലേക്ക് പോകും. മാരകോടി മാര റിമരിമ മാര റിമരിമ കോടി പനി മപനി മാരകോടി സുന്ദര പ്രഭോ സുന്ദര നീസാരി സുന്ദർ. എൻഡിൽ രിയുടെ ഒരു ടച്ച് വരുന്നുണ്ട്. നീസാരി സുന്ദര സലിബ സുന്ദര സലിബ പ്രഭോ മരിപമരി പ്രഭോ സുന്ദര പ്രഭോ ശ്രീ. അവിടെ ശ്രീ വരുന്നു, ശ്രീ ചേർക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ശ്രീ മാരകോടി സുന്ദര പ്രഭോ ശ്രീ മഹാദേവ ശിവശംഭോ ശ്രീ മാരകോടി
ആദ്യത്തെ, അതായത് രണ്ടാമത്തെ വരിയുടെ ആദ്യത്തെ സംഗതി ഒന്നുകൂടെ പാടാം. ശ്രീ ശ്രീ മഹാദേവ ശിവശംഭോ ശ്രീ മാരകോടി സുന്ദര പ്രഭോ ശ്രീ മഹാദേവ. അതിൻ്റെ രണ്ടാമത്തെ വരിയുടെ രണ്ടാമത്തെ സംഗതി മഹാദേവ മപനി സരീമ മപനി സരീമ ദേവ സനിഭമരി മഹാദേവ ശിവശംഭോ. ശിവശംഭോ എല്ലായ്പ്പോഴും ഒരേപോലെ തന്നെയാണ് വരുന്നത്. മഹാദേവ ശിവശംഭോ ശ്രീ, അവിടെയും ഒരേപോലെയാണ് വരുന്നത്. അടുത്ത മാരകോടിക്ക് ചെറിയ വ്യത്യാസം വരുന്നത്. മാരകോടി, മാരയ്ക്ക് വ്യത്യാസം വരുന്നത് രീപമമ രീപമരീമ രീപമരീമ മഹാര, അത് പെട്ടെന്ന് വരും. മാരകോടി, കോടി ആദ്യത്തെ പോലെ തന്നെ വരും. മഹാദേവ ശിവശംഭോ ശ്രീ മാരകോടി സുന്ദര പ്രഭോ സുന്ദര നീ സരി സരി നീ സരി സരി സുന്ദര സരി സ നിബനി പമപ എന്ന് വരും. അപ്പം മാരകോടി സുന്ദര പ്രഭോ ശ്രീ മഹാദേവ ശിവശംഭോ ശ്രീ മഹാരകോടി സുന്ദര സുന്ദര നീ സരി സരി സനി സ സുന്ദര നിപനി പമപ ഭോ നിസനി പമപ ഭോ ശ്രീ മഹാരകോടി സുന്ദര പ്രഭോ ശ്രീ. ലാസ്റ്റ് സംഗതി ഒന്നുകൂടെ പാടാം. മഹാദേവ ശിവശംഭോ ശ്രീ മഹാരകോടി സുന്ദര പ്രഭോ ശ്രീ മഹാദേവ ശിവശംഭോ ശ്രീ മഹാരകോടി സുന്ദര പ്രഭോ ശ്രീ മഹാദേവ ശിവശംഭോ ശിവശംഭോ. ഇതാണ് പല്ലവി വരുന്നത്. നമുക്ക് ഇനി അനുപല്ലവി നോക്കാം. സഹസ്രകോടി സഹസ്രകോടി നിസ സരിവ സഹസ്ര നിസ കോടി സഹസ്രകോടി ജനപാലന രി രി വിസസനി ജനപാലന നിസ നീ നിസ ലന നീ നിസ സഹസ്രകോടി ജനപാലന. ആദ്യത്തെ സംഗതി അതാണ് വരുന്നത്. ഒന്നുകൂടെ നോക്കാം. സഹസ്രകോടി ജനപാലന സഹസ്രകോടി ജനപാലന. അതിൻ്റെ രണ്ടാമത് വരുന്ന വ്യത്യാസം വരുന്നത് സഹസ്ര, തുടക്കത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. നീസരി സാരി നീസരി സാരി സരിവ സഹസ്ര കോടി
ആദ്യത്തെ വരിയിൽ ആ ഒരു 2 സംഗതികൾ മാത്രമേ ഉള്ളൂ. അടുത്തത് വരുന്നത് സാധു സംരക്ഷണ സാധു പരിസരിസ സാധു സരിണി നിസവ പരിമ സംരക്ഷണ പരിമ പാവന റിമ പനി സാധു സംരക്ഷണ പാവന. അപ്പം ആദ്യത്തെ വരിയുടെ സെക്കൻഡ് വരിയുടെ ഫസ്റ്റ് സംഗതി കൂടെ ചേർത്ത് പാടാം. സഹസ്രകോടി ജനപാലന സാധു സംരക്ഷണ പാവന. അതിൻ്റെ രണ്ടാമത്തെ സംഗതി വരുന്നത് സാധു സംരക്ഷണ പാവന. അതാണ് ലാസ്റ്റ് സംഗതി വരുന്നത്. സാധു സരി മരി സനി സംര നിസരി സനി പ സാധു സംരക്ഷണ നിനി പമ പനി സ സാധു സംരക്ഷണ നിസ സനി നി പമ മരി പാവന പാവന എന്ന് വരും. അപ്പം സാധു സംരക്ഷണ പാവന. ലാസ്റ്റ് സംഗതി അതാണ്. സാധു സംരക്ഷണ പാവന. അത് കഴിഞ്ഞിട്ട് പല്ലവിയിലേക്ക് പോകും. അപ്പം 2 വരികൾക്കും 2 സംഗതി വീതമാണുള്ളത്. ആദ്യത്തെ സംഗതി വരുന്നത് അനുപല്ലവിയുടെ ആദ്യത്തെ സംഗതി സഹസ്രകോടി ജനപാലന. രണ്ടാമത്തെ സംഗതി വരുന്നത് സഹസ്രകോടി ജനപാലന. അടുത്ത വരി സാധു സംരക്ഷണ പാവന സാധു സംരക്ഷണ പാവന. അടുത്ത സംഗതി വരുന്നത് സാധു സംരക്ഷണ പാവന മഹാദേവ ശിവശംഭോ ശ്രീ മാരകോടി സുന്ദര പ്രഭോ ശ്രീ മഹാദേവ ശിവശംഭോ ശിവശംഭോ. ചരണം നോക്കാം നമുക്ക്. സർവേശ്വര കരുണാകരമൂർത്തേ. 2 അക്ഷരം തള്ളിയിട്ടാണ് വരുന്നത് ചരണം. സർവേശ്വര രീ 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 കരുണാകര റിസ സാരി മരിസ കരുണാകര മൂർത്തേ സനിസ. സർവേശ്വര കരുണാകര മൂർത്തേ സർവേശ്വര കരുണാകര മൂർത്തേ. അടുത്ത വരി സാമഗാന സരി മരി മമ സാമഗാന വിശ്വവിദ്യവേദ വിദ്യ മാപനി വിദ്യവേദ മാപനി പമരീരി വിദ്യവേദ മൂർത്തേ സനിസ സാമഗാന വിദ്യവേദ മൂർത്തേ. സർവേശ്വര കരുണാകര മൂർത്തേ സാമഗാന വിദ്യവേദ മൂർത്തേ. അതാണ് ആദ്യത്തെ 2 വരി. ഒന്നുകൂടെ
സർവേശ്വര കരുണാകരമൂർത്തേ സാമഗാന വിദ്യവേദമൂർത്തേ. അടുത്ത വരി വരുന്നത് പരമേശ്വര പരമേ പര സരിമ സരിമ പരമേ സരിമ സരിമ ശ്വര നിസ പരമേശ്വര ഗംഗാധര കീർത്തേ ഗംഗാധര രി 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 കീർത്തേ കീർത്തേ നിസ സനിസ പരമേശ്വര ഗംഗാധര കീർത്തേ നിസ സനിസ പരമേശ്വര ഗംഗാധര കീർത്തേ. ഇതിൻ്റെ രണ്ടാമത്തെ സംഗതിക്ക് എൻഡിൽ ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. പരമേശ്വര ഗംഗാധര കീർത്തേ കീർത്തേ സരിമ സരണി സരിമ സരണി കീർത്തേ പരമേശ്വര ഗംഗാധര കീർത്തേ സരിമ സരണി എന്ന് വരും. അടുത്ത വരി വരുന്നത് പതിത പവന ശ്രീ പതിത പനിസ പതിത പനിസ സരണി പതിത വന വന നിരിസരിവ വന ശ്രീ മാ പമ പതിത പവന ശ്രീ പമ പതിത പവന ശ്രീ പശുപദേ റിമ പനി പതിത പവന ശ്രീ പശുപദേ. അതും രണ്ടക്ഷരം തള്ളിയിട്ടാണ് വരുന്നത്. പതിത പവന ശ്രീ പശുപദേ. അതിൻ്റെ അടുത്ത സംഗതി വരുന്നത് പതിത പവന ശ്രീ പതിത പവന ശ്രീ സരി മരി സനി നി സരി സനി പ. ഇത് പല്ലവിയിൽ ഇതേ സംഗതി വന്നിട്ടുണ്ട്. സരി മരി സനി നി സരി സനി പ പതിത പവന നിനി പമ വന ശ്രീ നിനി പമ പനിസ വന ശ്രീ പതിത പവന ശ്രീ പശുപദേ പനിസനി പമരി സരിമ പശുപദേ പനിസനി പമരി സരിമ എന്ന് വരും. അപ്പം പനിസനി പമരി സരിമ പശുപദേ എന്ന് വരും. സരി മരി സരി നി സരി സനി പനി നി പമ പനിസ പനിസനി പമരി സരിമ പതിത പവന വന ശ്രീ പശുപദേ. അത് രണ്ടാമത്തെ സംഗതി സമത്തിലാണ് വരുന്നത്. പതിത പവന ശ്രീ പശുപദേ. ഇതിൻ്റെ ആദ്യത്തെ സംഗതി രണ്ടക്ഷരം തള്ളി വരുന്നു. രണ്ടാമത്തെ സംഗതി സമത്തിൽ വരുന്നത്. അപ്പം നമുക്ക് അത് രണ്ടും കൂടെ ഒന്ന് പാടാം. പതിത പവന ശ്രീ പശുപദേ പതിത പവന ശ്രീ പശുപദേ പതി. അപ്പം രണ്ടാമത്തെ സംഗതി സമത്തിൽ വരും. പതിത പവന ശ്രീ പശുപദേ മഹാദേവ ശിവശംഭോ ശ്രീമാരകോടി സുന്ദര പ്രഭോ ശ്രീ മഹാദേവ ശിവശംഭോ
ശിവശംഭോ. ഇത്രയുമാണ് മനോഹരമായ ഈ കീർത്തനത്തിൻ്റെ നൊട്ടേഷൻ വരുന്നത്. പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വളരെ ഈസിയായിട്ട് പഠിക്കാനായിട്ട് അവതരിപ്പിച്ചു എന്ന് വിചാരിക്കുന്നു. നൊട്ടേഷനെല്ലാം എഴുതിയെടുക്കാൻ പറ്റുന്ന തരത്തിൽ അവതരിപ്പിച്ചു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു ഗാനവുമായിട്ട് കാണാം. താങ്ക് യു.